അല്ല, അത് സമസ്തന്റെ പ്രസ്താവനയില്ലല്ലോ. സമസ്ത കേരള ജമിയത്തുൽ അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരെ ജീവിതത്തിലുണ്ടാവുന്ന ദൂഷ്യവശങ്ങൾ ഇങ്ങനെ അത് പിന്നെ പരിശോധിച്ച് നടക്കുന്ന പണിയല്ലല്ലോ നമ്മൾക്ക്. അല്ല, അതിപ്പോ അതിന്റെ മൂപ്പരോട് അതിന്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പാണ്, നമ്മളോടല്ല അത് ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിനെ പറ്റി അത്രേ പറയണം. എങ്ങനെ വ്യത്യസ്ത അതങ്ങനെ പല അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാവുമല്ലോ. അതിനൊക്കെ നമ്മൾ മറുപടി ഞങ്ങളെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞില്ലേ. അല്ലാതെ അവരോട് ചോദിക്കണത് എങ്ങനെ മൂപ്പര് ഏത് അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. ഇപ്പൊ ഞാനല്ലോ അതിന് മറുപടി പറയേണ്ടത്. നമ്മൾ മൊത്തത്തിൽ അതിനുള്ള ഇത് പറഞ്ഞില്ലേ. സമസ്തനോടിന്റെ നയം ഞങ്ങൾ പറഞ്ഞല്ലോ. ഇസ്ലാമിന് അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, നമ്മളോടല്ല. നമ്മള് പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുകൊണ്ടാണല്ലോ പറയണത്. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ല, മുഷാവറ സമ്മേളനം നടത്തിയതിന് ശേഷമുള്ള മുഷാവറയുടെ തീരുമാനങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ് ഇവിടെ നമ്മൾ പത്രക്കാരോട് പറയുന്നത്, ചാനലുകാരോട് പറയുന്നത്. അത് ചർച്ച ചെയ്യുകയോ അതിനെ സംബന്ധിച്ച് അവർക്കുള്ള സംശയം ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലോ. അടക്കം പല സമയത്തും മുഷാവറ യോഗങ്ങളിലും പത്രങ്ങളെ കാണുമ്പോഴേക്ക് പറയാറുണ്ട് പണ്ഡിതർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ഈ മുഷാവറ പണ്ഡിതരിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ ഗൗരവം. അത് ചർച്ച ചെയ്യേണ്ടതല്ലേ. സമസ്ത ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തന്റെ വ്യക്തമായ നയം തന്നെ അതാണല്ലോ. നമ്മൾ ആളുകൾ വ്യക്തികൾക്ക് ഉണ്ടാവണ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാവണ എന്തെങ്കിലും അവരെ സ്വകാര്യ ജീവിതത്തിലോ മറ്റുണ്ടാവണ ആ ദോഷങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ പരിശോധിക്കലല്ല നമ്മളെ പണി. ഇത് അതൊന്നും ഞങ്ങൾ പറഞ്ഞു. അയാൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. സമസ്ത അല്ല, അത് സമസ്തന്റെ നയമല്ല, ഇസ്ലാമിന്റെ നയം തന്നെ അതല്ലേ. അങ്ങനെ അതിപ്പോ അങ്ങനല്ല. അങ്ങനെ എല്ലാവരും പറയണത് അതൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കണ്ട. ആരെങ്കിലും ഒക്കെ പറഞ്ഞപ്പോ അങ്ങനെ പലർക്കും പലതും പറയാൻ ആരെങ്കിലും അല്ല പറഞ്ഞ ആളുണ്ടല്ലോ. അതങ്ങനെ സമസ്ത മറുപടി ഇപ്പൊ നിങ്ങളോട് നൽകിയല്ലോ. സമസ്ത നയമല്ല എന്നുള്ളത്. പിന്നെന്തിനാ ചോദിക്കണം? മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് സമസ്തന്റെ നയമല്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്. എന്താ അത് അതിന്റെ പശ്ചാത്തലം അയാളോടാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. വലിയ മുതിർന്ന അംഗമാണല്ലോ. അപ്പൊ അവരോട് നിങ്ങൾ ചോദിക്കാലോ. വെറുതെ നമ്മളെന്തിനാ വെറുതെ അതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യണേ. സമസ്ത അങ്ങനത്തെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തന്റെ നമ്മളെ ഇസ്ലാമിന്റെ നയം തന്നെ അങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പോ ഇങ്ങനെ ആളുകളെ എല്ലാവരും തെറ്റുകൾ നോക്കി നടക്കണം. എന്നിട്ട് ഇപ്പൊ ഒരാൾ വ്യഭിചരിച്ചു റസൂലുള്ളാഹിനോട് ഒന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ചു. റസൂൽ പറഞ്ഞാൽ എന്താ, ഈ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല, നീ കൂട്ടി പിടിച്ചതാണ് ഈ കാരണം. പിന്നെയും പറഞ്ഞു അല്ലേ വ്യഭിചരിച്ചതാണ്. അപ്പം അങ്ങനെയാണ് ഒരാളെ തെറ്റുകൾ ഇങ്ങനെ പഴുതുകൾ ഇങ്ങനെ ഉണ്ടായി നോക്കാണ്ട് ഒരു സ്ത്രീ പുരുഷനാണ് വർത്താനം, എന്നാൽ അവർ വർത്താനം പറഞ്ഞ പാളി വെക്കുക, എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളെ പണിയല്ലാന്ന് അതോട് കഴിഞ്ഞല്ലോ. അതൊന്നും ഞങ്ങളല്ലല്ലോ പറയേണ്ടത് നിങ്ങളോട്. നിങ്ങൾ പറഞ്ഞല്ലോ വലിയ പണ്ഡിതനാണെന്ന്. അപ്പം അയാൾക്കറിയില്ല അതിനെപ്പറ്റി. എങ്ങനെ അതൊക്കെ പുരോഗതി ഉണ്ട്. അതൊക്കെ നല്ല ഐക്യത്തോടു കൂടി നീങ്ങി പോകാനുള്ള എല്ലാ തീരുമാനം പറയുന്നതിലൊന്നുമില്ല. എവിടെ വരെ എത്തിയെന്ന് ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അത് പൂർണ്ണമാകുമ്പോൾ നിങ്ങളോട് പറയും. ഇപ്പൊ എവിടെ വരെ എത്തി നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്നെ പറയുന്നത്. ഈ 9 ആവശ്യങ്ങൾ മാത്രമല്ല, വേറെ പഴയ സംഗതികളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരുന്ന ഐക്യത്തോടുകൂടി പോവാന്നുള്ള ഒരു നയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, പരിഹരിക്കപ്പെട്ടിട്ടില്ല. പരിഹരിക്കപ്പെട്ടാൽ പരിഹരിക്കപ്പെട്ടു എന്ന് പറയില്ല. അത് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഒരു സംഗതിനെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പല വശങ്ങളും ചർച്ച ചെയ്യാണ്ടാവുമല്ലോ. അതൊക്കെ ചർച്ച ചെയ്ത് നല്ല നിലക്ക്. ഇവിടെ ആരും തമ്മിൽ എതിർപ്പൊന്നുമില്ല. ഇവിടെ മുസ്ലിം ലീഗും സമസ്ത തമ്മിൽ വലിയ എതിർപ്പുണ്ടോ? ഇല്ല. സമസ്തയിലുള്ള ആളുകൾ തമ്മിൽ എതിർപ്പുണ്ടോ? വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ചർച്ച ചെയ്യും. ഇതൊക്കെ സർവ്വസാധാരണല്ലേ മനുഷ്യരാകുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല ചർച്ചകളും സജീവമായിട്ട് പങ്കെടുക്കും. ചിലർ ശബ്ദം തന്നെ വളരെ ഉച്ചയുള്ള ശബ്ദമാണ് ഇക്കാരം, ചിലർ വളരെ പതുങ്ങിയ ശബ്ദമാണ് ഇക്കാരം. ഇതൊക്കെ തർക്കമല്ലല്ലോ. എന്നതുപോലെ പല വിഷയങ്ങളെ സംബന്ധിച്ചു തർക്കം ഉണ്ടാവും.
ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതിന് പറ്റിയ നേതൃത്വമാണ് സമസ്തയുടെ ജമീയത്തുൽ ഉലമക്കുള്ളത്. ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന തള്ളുകയാണ് സമസ്ത അധ്യക്ഷൻ. അദ്ദേഹത്തിനേത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് ജിഫ്രി മുത്തുക്കോയ മാധ്യമങ്ങളെ